സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ശ്രീ അയ്യപ്പസ്വാമിയുടെ ദിവ്യജനനത്തിൻ്റെ മനോഹരമായ ഐതിഹ്യമാണ്. ഈ കഥ പ്രധാനമായും പുരാണ പരമ്പരകളിലും അയ്യപ്പ ഭക്തരുടെ വിശ്വാസങ്ങളിലും പറയപ്പെടുന്നതാണ്. ഒരു കാലത്ത് മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷി എന്ന അസുരസ്ത്രീ കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നൊരു വരം നേടി. ആ വരം പ്രകാരം ശിവന്റെയും മഹാവിഷ്ണുവിൻ്റെയും പുത്രന് മാത്രമേ മഹിഷിയെ വധിക്കാൻ കഴിയൂ. ശിവനും വിഷ്ണുവും വ്യത്യസ്ത ദേവന്മാരായതിനാൽ അത്തരമൊരു പുത്രൻ ഒരിക്കലും ജനിക്കില്ലെന്ന് മഹിഷി കരുതി. ആ വരത്തിൻ്റെ ശക്തിയിൽ മഹിഷി ദേവന്മാരെയും മനുഷ്യരെയും വലിയ ദുരിതത്തിൽ ആഴ്ത്തി. സ്വർഗലോകത്തും ഭൂമിയിലും അവളുടെ അക്രമങ്ങൾ വർദ്ധിച്ചു. ഒടുവിൽ ദേവന്മാർ എല്ലാവരും മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും സന്നിധിയിലെത്തി രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. അതിനിടെ സമുദ്രമഥന സമയത്ത് മഹാവിഷ്ണു മോഹിനി രൂപം സ്വീകരിച്ച സംഭവം നിങ്ങൾക്കറിയാമല്ലോ. ആ ദിവ്യമായ മോഹിനി രൂപവും പരമശിവന്റെ ദൈവിക ശക്തിയും ഒന്നിച്ചപ്പോൾ ലോകക്ഷേമത്തിനായി ഒരു ദിവ്യ ശിശു അവതരിച്ചു. ആ ദിവ്യ ശിശുവാണ് ഹരിഹരപുത്രനായ ശ്രീ അയ്യപ്പൻ. ഹരി എന്നാൽ മഹാവിഷ്ണുവും ഹര എന്നാൽ പരമശിവനും. അതുകൊണ്ടാണ് അയ്യപ്പനെ ഹരിഹരസുതൻ എന്ന് ഭക്തർ വിളിക്കുന്നത്. ശേഷം ആ ദിവ്യ ശിശുവിനെ ഭൂമിയിലെ പന്തളം രാജാവായ രാജശേഖരന് ലഭിച്ചു. ഒരു ദിവസം വേട്ടയ്ക്കായി കാട്ടിലെത്തിയ രാജാവ് പമ്പാ നദിയുടെ തീരത്ത് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അവിടെ കഴുത്തിൽ ഒരു ദിവ്യമണി ധരിച്ചിരിക്കുന്ന ഒരു ശിശുവിനെ കണ്ട രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവിന് സന്താനമില്ലാതിരുന്നതിനാൽ ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം മകനായി വളർത്തി. കഴുത്തിൽ മണി ധരിച്ചിരുന്നതിനാൽ ആ ബാലന് മണികണ്ഠൻ എന്ന് പേര് നൽകി. മണികണ്ഠൻ വളരുന്നതനുസരിച്ച് അസാധാരണമായ ബുദ്ധിയും കരുണയും വീര്യവും പ്രകടിപ്പിച്ചു. പിന്നീട് മഹിഷിയെ വധിച്ച് ദേവന്മാരെയും ലോകത്തെയും രക്ഷിച്ചു. തുടർന്ന് ശബരിമലയിൽ ധർമ്മശാസ്താവായി പ്രതിഷ്ഠിതനായി ഭക്തരെ അനുഗ്രഹിച്ചുവെന്നാണ് ഐതിഹ്യം.